ഞാൻ ഇത് പർച്ചേസ് ചെയ്യാൻ ബേബി വീല് വന്നിട്ടുണ്ട്. ഇതെവിടെയാണെന്നറിയാം? കാനങ്ങാട് ഇക്ബാർ സ്കൂളിൻ്റെ അടുത്ത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ കയറി നോക്കാം. കുറച്ച് ജാത എന്താ അടുത്ത് കളിക്കുന്നുണ്ട്. ഞാനും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രസ്സെല്ലാം നോക്കാം. ഞാനും എൻ്റെ ഫാമിലിയാണ് വന്നത്. അയാൾ അപ്പക്ക് മിലാനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? എങ്ങനെയുണ്ട്? ഇത് മിലാച്ചു ആണ്. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ 8 വയസ്സുള്ളവർക്കും ഉണ്ട്. എല്ലാവരും വന്ന് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്ക്. ഷൂ ഉണ്ട്, ടോയ്സ് ഉണ്ട്, ഷർട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഉമ്മ മിലാച്ചു അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് മിലാച്ചുവിനെ കളിപ്പിച്ചു. എൻ്റെ ഉമ്മ എന്നെ ഡ്രസ്സ് എടുക്കാൻ വിളിച്ചു. എൻ്റെ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യാൻ പോയി. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല സെലക്ഷൻ ഇല്ലേ? പിന്നെ എനിക്ക് വൈറ്റ് ഫ്രോക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ചളിയാവും പിന്നെ എടുക്കാമെന്ന്. പിന്നെ ഞാൻ ഒരു പാൻറ്റും കുപ്പായം ഇട്ട് നോക്കി. എങ്ങനെയുണ്ട്? കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. പിന്നെ ഞാനും ജാതും കുറച്ച് കഴിച്ച് ഞാൻ ഡ്രസ്സ് എടുത്ത് ഞാൻ പെരുന്നാളിന് അത് കാണിച്ചു തരാം. പിന്നെ ബില്ല് പേ ചെയ്യാൻ കൊടുക്കട്ടെ. പിന്നെ എനിക്ക് ആ ചേച്ചി എനിക്ക് എൻ്റെ ഡ്രസ്സ് തന്നു. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോകണതാണ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നിടത്ത് എത്തി. മിലാച്ചിയുടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇനി അമ്മ ഫുഡ് ഓർഡർ ചെയ്ത് മിലാച്ചി നോക്കുന്നുണ്ടോ? പിന്നെ ഉമ്മ ഫുഡ് എല്ലാവർക്കും വിളമ്പി കൊടുത്തു. അപ്പം നമ്മ കഴിച്ചു കഴിഞ്ഞു. ഞാൻ കയ്യാവാൻ വെയിറ്റാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം കണ്ടോ വന്നിട്ട് എൻ്റെ കൈ ഒന്തിയത്. അത് കഴിഞ്ഞ് ഞാനും ജാതു ഐസ്ക്രീം കഴിച്ച്. ഇനി നമ്മൾ പോകുന്നത് സെഞ്ചുറി വെഡ്ഡിങ്ങിലേക്ക്. നമ്മൾ സെഞ്ചുറി വെഡ്ഡിങ്ങിലെത്തി. അവിടെ കളിക്കുന്ന പാർക്ക് ഉണ്ടായിരുന്നു. ഞാനും ജാതുവും കളിച്ച്. കുറച്ച് ഫ്രണ്ടിനെ കിട്ടിയ അവിടെ ഞാനും ജാതും കുറച്ച് ഓടി കഴിച്ച്. അത് കഴിഞ്ഞ് ഒരു ചേച്ചി നമുക്ക് ജ്യൂസാണ് കുടിക്കാൻ. ഞാനും പിലാവും ജാതും അയാനും എല്ലാവരും ജ്യൂസ് കുടിച്ച്. പിന്നെ ഉമ്മാൻ്റെ ഡ്രസ്സ് എടുത്ത് പിന്നെ ഇനി ഉമ്മമാക്കും ആൻറ്റിക്കും എടുത്ത്. അപ്പം നമ്മൾ ബില്ല് പേ ചെയ്യാൻ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകണം. ബൈ ബൈ.